بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين. أما بعد، فأعوذ بالله من الشيطان الرجيم. قل ما أسألكم عليه أجرا إلا المودة في القربى. صدق الله العظيم. وقد عمل من رضي بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا. صدق رسول الله صلى الله عليه وسلم. ബഹുമാനമുള്ള സാദാത്തുക്കൾ, ഉലമാക്കൾ, അഹ്ലു ബൈത്തിന്റെ മുഹിബ്ബുകളായി ഇവിടെ എത്തിയ സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട സയ്യിദ് ഫളിൽ ഖുറത്തു സാദാത്ത് മഹാനവറുകൾ ചെറുപ്പത്തിൽ തന്നെ നമ്മോട് വിട്ടുപിരിഞ്ഞു. മഹാനായ താജുൽ ഉലമ السيد عبد الرحمن البخاري نور الله مرقده ونفعنا به في الدارين. അവരുടെ ദീർഘദൃഷ്ടി എന്താണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത്രയും മുൻകൂട്ടി വരാൻ പോകുന്ന പല കാര്യങ്ങളെയും ഉണർത്തിയ കൂട്ടത്തിൽ എൻ്റെ ഇളയ മകൻ സയ്യിദ് ഫളിൽ കോയമ്മ തങ്ങൾ എൻ്റെ പകരം ഉള്ളാളത്ത് ഖാദിയായി കുറച്ചു കാലം തുടരട്ടെ എന്ന് അവർ പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ്. പെട്ടെന്ന് താജുൽ ഉലമ ഇവിടെ നിന്ന് പോകുമെന്നും തൽസ്ഥാനത്ത് അല്പ ദിവസമായാലും മകൻ ഖുറത്തു സാദാത്ത് ഇവിടെ ഖാദിയായി വരുമെന്നും വരണമെന്നും മുൻകൂട്ടി കണ്ട് പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ അവിടുത്തെ മഹത്വം. ഏതായാലും അഹ്ലു ബൈത്തിനെ അള്ളാഹു ഇവിടെ നമുക്ക് തന്നത് ദീനിൻ്റെ തൂണുകളായിട്ടാണ്. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. ഈ സൂറത്ത് പരിശുദ്ധ ഖുർആനിലെ സൂറത്തുകൾ കൂട്ടത്തിൽ വെച്ച്
ഏറ്റവും ചെറിയ സൂറത്താണ്. ഈ സൂറത്ത് അല്ലാഹു തആല കുഫാറുകൾക്ക് മറുപടി പറയുന്നതിന് മുമ്പ് അള്ളാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സന്തോഷിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് നബി തങ്ങളുടെ 3 ആൺമക്കൾ അബ്ദുള്ള, ഖാസിം, ഇബ്രാഹിം എന്നീ 3 ആൺമക്കൾ മരണപ്പെട്ടു പോയി. സ്വാഭാവികമായും നമുക്കെല്ലാവർക്കും അറിയാം, ഒരാളുടെ ഒരു കുട്ടി മരണപ്പെട്ടു പോയാൽ അദ്ദേഹത്തിന് മാനസികമായ ഒരു വേദന ഉണ്ടാകും. അത് സംശയമില്ല, എല്ലാവർക്കും ഉണ്ടാകും. എന്നാൽ ആ വിഷമത്തെ തീർക്കാനാണ് തഅസിയത്ത് എന്ന് പറയുന്ന ഒന്ന് ഇസ്ലാം നിശ്ചയിച്ചത്. തഅസിയത്തിൻ്റെ അർത്ഥം ക്ഷമിപ്പിക്കുക എന്നാണ്. 3 കുട്ടികൾ ഒന്നായി മരിച്ചു പോകുമ്പോൾ സ്വാഭാവികമായും വളരെയധികം വിഷമമുണ്ടാകുമല്ലോ. ഏത് പുരുഷനാണെങ്കിലും ഉണ്ടാവും. അള്ളാഹുവിൻ്റെ റസൂല് ഇവിടെ വന്നത് തന്നെ അള്ളാഹുവിൻ്റെ ഖളാഉം ഖദറും അനുസരിച്ച് നിങ്ങൾ വിശ്വസിക്കണമെന്ന് പഠിപ്പിക്കാനാണ്. അതുകൊണ്ട് നബി തങ്ങൾ യാതൊരു വിധത്തിലുള്ള പൊറുതികേടുകളും കാണിക്കുകയില്ല. എന്നാൽ പോലും ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹു വഫാത്തായതിന് ശേഷം അവിടെ വന്ന് ഉസ്മാൻ ഇബ്നു മദ്ഊനെ ചുംബിച്ചപ്പോൾ റസൂലുള്ളാഹിന്റെ കണ്ണിൽ കണ്ണുനീരിങ്ങനെ ഒലിക്കുന്നു. അപ്പോൾ സഹാബികൾ ചോദിച്ചു, അല്ല നബിയെ, മരണപ്പെട്ടാൽ കരയാൻ പാടില്ല എന്ന് അവിടുന്ന് പഠിപ്പിച്ചതാണല്ലോ, പിന്നെ എന്താണ് അവിടുന്ന് ഇങ്ങനെ കരയുന്നത്? അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞത്, കരയാൻ പാടില്ലാതെ പറഞ്ഞ കാര്യത്തിൽ അത് നെഞ്ഞത്തടിക്കലും അട്ടഹാസിക്കലും എന്തൊക്കെയോ വിളിച്ചു പറയലും ആണ്. ഇത് മനുഷ്യൻ്റെ ഹൃദയത്തിന് ഉണ്ടാകുന്ന വേദനയുടെ പ്രിയത്തിൻ്റെ അടയാളമാണ്. അത് സ്വയം ഉണ്ടാകുന്നതല്ല. കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്ന് കരഞ്ഞു പോകുക എന്നത് സ്വയം ഉണ്ടാക്കുന്നതല്ല, അത് പ്രിയത്തിൻ്റെ അടയാളമാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ തന്നെ പഠിപ്പിച്ചു കൊടുത്തു. എന്നാൽ ഈ 3 ആൺമക്കളും മരണപ്പെട്ടപ്പോൾ സ്വാഭാവികമായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്ന് ക്ഷമിപ്പിക്കുകയാണ് എല്ലാവരും ചെയ്യേണ്ടത്. അതിന് പകരം മക്കയിലുള്ള മുശ്രിക്കീങ്ങൾ എന്താണ് ചെയ്തത്? കൈ കൊട്ടി ചിരിച്ചിട്ട് നന്നായിപ്പോയി, മുഹമ്മദിന് പിൻഗാമികളൊന്നുമില്ല, മുഹമ്മദ് ഒരു പിൻഗാമിയില്ലാത്ത ബറക്കത്തില്ലാത്ത ഒരാളാണ്, നന്നായിപ്പോയി 3 മക്കളും അങ്ങ് പോയത് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനെ പരിഹസിക്കാനും വേദനിപ്പിക്കാനും തുടങ്ങിയപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ ഹബീബിനെ സമാധാനിപ്പിക്കൽ അല്ലാഹു തആല ചെയ്യാതിരിക്കില്ല. അതുകൊണ്ട് ഈ ശത്രുക്കൾക്ക് മറുപടി
പറയുന്നതിൻ്റെ മുഖവരയായിട്ട് അള്ളാഹു പറഞ്ഞു, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, ഓ നബിയെ തീർച്ചയായും തങ്ങൾക്ക് നാം അൽ കൗസറിനെ തന്നിരിക്കുന്നു. അൽ കൗസർ എന്ന് പറഞ്ഞാൽ അൽ ഖൈറുൽ കസീറുൽ കസീർ, ധാരാളമായി ഖൈർ എന്നാണ് അതിൻ്റെ അർത്ഥം. ധാരാളം ഖൈറ് അല്ലാഹു തആല തങ്ങൾക്ക് തന്നിരിക്കുന്നു. അതുകൊണ്ട് അവർ പറയുന്നതൊന്നും തങ്ങൾ നോക്കണ്ട. ഫസ്വല്ലി ലി റബ്ബിക, അല്ലാഹു തആലക്ക് വേണ്ടി, അവൻ്റെ പൊരുത്തത്തിന് വേണ്ടി അവിടുന്ന് നിസ്കരിക്കുക. നിസ്കാരം മറ്റ് ഇബാദത്തുകളെക്കാൾ പുണ്യമായ ഇബാദത്താണ് എന്നതിന് 100ഓളം കാരണങ്ങൾ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അഫ്ളലുൽ ഇബാദാത്തി അൽ ബദനിയ്യത്തി കുല്ലിഹ, ശരീരം കൊണ്ട് എടുക്കുന്ന ഇബാദത്തുകൾ വെച്ച് ഏറ്റവും ഉത്തമമായ ഇബാദത്ത് നിസ്കാരമാണ് എന്ന് പറഞ്ഞതിന് ഏകദേശം 100ൻ്റെ അടുത്ത് കാരണങ്ങൾ ഉലമാക്കൾ നമുക്ക് വിവരിച്ച് തന്നിട്ടുണ്ട്. അതൊന്നും പറയാൻ എനിക്കിപ്പോൾ ഇവിടെ സമയമില്ല. ഞാൻ സുഖമില്ലാതിട്ടു ഇവിടെ വരാൻ കാരണം ബഹുമാനപ്പെട്ട സെയ്ദ് അവർകളോടുള്ള ആ മഹബത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം നിങ്ങൾ സിയാറത്തിന് അവരെ സമ്മതിക്കാതിരുന്നാൽ എന്താ ചെയ്യുക? തിരക്ക് കൂട്ടിയിട്ട്. അപ്പോൾ സ്വഹാബത്ത് വളരെ ദുഃഖിതരാണ്. ആ സമയത്ത് അല്ലാഹു തആല നബി തങ്ങളെ ദുഃഖത്തെ തീർത്തു കൊടുക്കുകയാണ്. തങ്ങൾ ദുഃഖിക്കണ്ട, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, തങ്ങൾക്ക് ധാരാളം ഖൈർ നാം തന്നിട്ടുണ്ട് നബിയെ. സഹോദരന്മാരെ, ഞാനീ പറയുന്നത് ഈ ആയത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഫഖറുദ്ദീൻ റാസി റഹിമഹുല്ലാഹ് തങ്ങൾ നമ്മളെ പഠിപ്പിച്ചു, വമിനൽ ഖൈരിൽ കസീരി ബഖാഉ അഹ്ലി ബൈത്തിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇലാ യൗമിൽ ഖിയാമ, റസൂലുള്ളാഹിൻ്റെ കുടുംബങ്ങൾ ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുക എന്നത് തങ്ങൾക്ക് അല്ലാഹു തആല കൊടുത്ത ആ ഖൈറിൽപ്പെട്ടതാണ്. തങ്ങളുടെ കുടുംബം അവർ ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കും. മാത്രമല്ല അവർക്ക് വേണ്ടി നിസ്കാരത്തിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്, അവിടെ റസൂലുള്ളാഹിന്റെ കുടുംബത്തിൻ്റെ മേൽ സ്വലാത്ത് ചൊല്ലുന്നു. എല്ലാ നിസ്കാരത്തിലും കോടാനുകോടി ജനങ്ങൾ റസൂലുള്ളാഹിന്റെ ആലിന്, അവിടുത്തെ കുടുംബത്തിന് ദുആ ചെയ്യുകയാണ്, സ്വലാത്ത് ചൊല്ലുകയാണ്. അപ്പോൾ ഇപ്പം ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടിയത് സയ്യിദ് ഫളൽ അൽ ബുഖാരി അവരുടെ
സിയാറത്തിന് വേണ്ടിയാണല്ലോ. എന്നാൽ അൽ ബുഖാരി താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി, എല്ലാ സ്ഥലത്തും ബുഖാരി എന്ന് കൂട്ടിക്കൊടുക്കുന്നത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കുടുംബ പരമ്പര അത് ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കും. അതിൽപ്പെട്ട വലിയ ഒരു കുടുംബമാണ് ബുഖാരി കുടുംബം. കണ്ണൂർ ജില്ലയിലെ അല്ല, കാസർഗോഡ് ജില്ല, കണ്ണൂർ ജില്ലയോ വളപട്ടണം, കണ്ണൂർ ജില്ലയിലെ വളപട്ടണം എന്ന സ്ഥലത്ത് സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങളവർകൾ റളിയല്ലാഹു അൻഹു അന്ത്യവിശ്രമം കൊള്ളുന്നു. അവർ ഈ കേരളത്തിൽ വന്നിട്ട് 800 കൊല്ലമായി, 800 കൊല്ലമായി. എന്താണ് റബ്ബേ, 800 കൊല്ലത്തിൻ്റെ മുമ്പ് ഈ രാജ്യത്തിൻ്റെ സ്ഥിതി എന്താണ്? കലിമത്തു തൗഹീദ് അറിയുന്ന ആളുകൾ പോലും ഈ രാജ്യത്ത് ഇല്ല. ആ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിലേക്ക് മഹാനായ സയ്യിദ് ജലാലുദ്ദീൻ ബുഖാരി തങ്ങൾ വന്നു. അവരുടെ മകനാണ് കണ്ണൂർ ടൗണിൻ്റെ മധ്യത്തിൽ മഖബറയുള്ള സയ്യിദ് മൗലൽ ബുഖാരി റളിയല്ലാഹു അൻഹു. അവരൊക്കെ വലിയ വലിയ സദാത്തുക്കൾ. ആ കുടുംബത്തിൽ നിന്നാണ് ബഹുമാനപ്പെട്ട താജുൽ ഉലമ സയ്യിദ് അബ്ദുറഹ്മാൻ ബുഖാരി ഖദ്ദസല്ലാഹു സിറഹു മഹാനവറുകൾ വന്നത്. ആ മഹാനവറുകളുടെ മകനാണ് ഇന്ന് നാം ഇവിടെ ഒരുമിച്ച് കൂടാൻ കാരണമായ സയ്യിദ് ഫളുൽ കോയമ്മ തങ്ങൾ ഖുറത്തു സാദാത്ത് എന്ന് പേരിട്ടിരുന്ന മഹാനവറുകൾ. അപ്പോൾ ഈ അഹ്ലു ബൈത്ത് ഖിയാമത്ത് നാൾ വരെ ഇവിടെ നിലനിൽക്കും. അതുകൊണ്ട് തന്നെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് എന്ന് നമ്മൾ ആലിൻ്റെ പേരിൽ നിസ്കാരത്തിന് സ്വലാത്ത് ചൊല്ലുന്നു. അത് ഇബാദത്താണ്. നിങ്ങൾ തമാശയായിട്ട് ഇതൊന്നും കരുതാൻ പാടില്ല. വളരെ നല്ല ഇബാദത്താണ് അഹ്ലു ബൈത്തിനെ പ്രിയം വെക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുമാനപ്പെട്ട സയ്യിദ് ഫളുൽ കോയമ്മ തങ്ങളുടെ ഖബറിനെ സ്വർഗ്ഗതമാക്കി കൊടുക്കട്ടെ. അവരെ ഖബറിനെ അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ. اللهم نفر قبره بنور القرآن. اللهم وسع قبره ببركة القرآن. اللهم نفر قبره بنور القرآن. اللهم اغفر ذنوبه بحق القرآن. اللهم زد شرفه بشرف القرآن. اللهم زد شرفه بشرف القرآن. اللهم بارك لزوجته وأولاده يا أرحم الراحمين، يا أرحم الراحمين، يا أرحم الراحمين. وصلى الله على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. സഹോദരന്മാരെ, എനിക്ക് നല്ല സുഖമില്ല. അതിന് പുറമെ രാവിലെ നടത്താനുണ്ട്.
അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് സമ്മതം ചോദിച്ച് പോവുകയാണ്. നിങ്ങളെല്ലാവരും ഇവിടെ നിന്ന് നല്ല വയത് കേൾക്കണം. ദേവർച്ചോല അബ്ദുസ്സലാം മുസ്ലിയാരുടെ വയത് ഉണ്ടാകും. ബഹുമാനപ്പെട്ട തങ്ങളവരുടെ ഈ പരിപാടിക്ക് സ്വന്തലുമായിട്ടും മറ്റും വന്നിട്ടുള്ള എത്ര നാട്ടിൽ നിന്ന് വന്നു? എത്രയോ എത്ര മഹലിൽ നിന്ന് വന്നു? 200ഓളം മഹലുകളിൽ നിന്ന്. അവർക്കെല്ലാം അല്ലാഹു ബർക്കത്ത് ചെയ്ത് കൊടുക്കട്ടെ. നാളെ റയീസുൽ അൽമ വരും, മദ്രസാദാത്ത് വരും, എല്ലാവരും നാളെ വരും. നാളെ നിങ്ങൾ നേരത്തെ വരണം. ഇന്ന് ഇവിടെ പ്രസംഗിക്കാൻ മുഹമ്മദ് കുഞ്ഞ് സക്കാഫി കൊല്ലം വലിയ പ്രാസംഗികനാണ്. അദ്ദേഹമുണ്ട്. അബ്ദുസ്സലാം മുസ്ലിയാർ അതിനേക്കാളും വലിയ പ്രാസംഗികനാണ്. അവരുമുണ്ട്. അതുപോലെ വേറെ ധാരാളം ആളുകളുണ്ട്. നമ്മുടെ മുൻ മന്ത്രി ബഹുമാനപ്പെട്ട CM ഇബ്രാഹിം സാഹിബ് ഇവിടെയുണ്ട്. അദ്ദേഹം വലിയ പ്രാസംഗികനാണ്. അല്ലാഹു തആല അദ്ദേഹത്തിനും നമുക്കും ദുനിയാവിലും ആഖിറത്തിലും ഇസ്സത്ത് നൽകട്ടെ. നമ്മുടെ ഷാഫി സഅദി വഖഫ് ബോർഡിൻ്റെ ചെയർമാനായിരുന്നു പണ്ട്. ഇപ്പം അതിനും മേലുള്ള ഒരു സ്ഥാനം കിട്ടിയിട്ടുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിന് നമുക്കും ഇസ്സത്ത് പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹം ഇവരെല്ലാം നല്ല കന്നഡ ഭാഷയിൽ പ്രസംഗിക്കുന്നവരാണ്. നിങ്ങളെല്ലാവരും അച്ചടക്കത്തോടു കൂടി അവിടെ ഇരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹ് സാഫി സയ്യിദി ഉസ്താദ് അവരുകളെ ഉള്ളാളത്ത് നിന്ന് ഒരുപാട് 20 ഗാഡിയിൽ സന്തൽ വന്നിട്ടുണ്ട്. ഉള്ളാൾ പ്രസിഡന്റ് ഹനീഫ ഹാജിയും അതുപോലെ മറ്റൊരുപാട് പ്രവർത്തകരും ഇവിടെ ഉണ്ട്. അവർക്കെല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.